കാസർഗോഡ് സ്വദേശിയായി പ്രവാസി യുവാവ് ഒരാഴ്ച മുമ്പ് നാട്ടിൽ അവധിക്ക് പോയിരുന്ന സമയത്ത് കാസർഗോട്ട് ഈ ചൂണ്ടയിടുന്ന മീൻ പിടിക്കുന്ന സ്വഭാവമുള്ള താല്പര്യമുള്ള അതിന് വിനോദമായി നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ആ കൂട്ടത്തിൽ അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയും പിന്നീട് ഒരാഴ്ചയായിട്ട് കാണാനില്ല എന്നാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത്. ഞങ്ങൾക്കറിയാവുന്ന ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിഞ്ഞ ഒരാഴ്ചയായി അനുഭവിച്ച ബുദ്ധിമുട്ടിന് സങ്കടത്തിന് കണക്കില്ല. പിന്നീട് ഇന്നറിയുന്നു കൊടുങ്ങല്ലൂർ കടപ്പുറത്തു നിന്നാണ് മൃതദേഹം കിട്ടുന്നത് എന്നുള്ള കാര്യം. പോലീസ് വിളിച്ചറിയിച്ചു. ആ കുടുംബം വന്നു, തിരിച്ചറിഞ്ഞു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി. ഇപ്പോൾ ഞങ്ങളിത് പറയുന്ന നേരം കാസർഗോട്ടേക്ക് ആ ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുപോകുന്ന രംഗമാണ് ഞങ്ങൾ അവസാനമായിട്ട് അറിഞ്ഞത്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടത്, നമ്മൾ ഈ ചെറിയ അവധിക്കാലത്താണ് പോകുന്നത്. നമുക്ക് പല വിധത്തിലുള്ള സാഹസികത അല്ലെങ്കിൽ വിനോദം അല്ലെങ്കിൽ യാത്ര, പല കാര്യങ്ങളും, പല പാഷനുകളുണ്ടാവാം. നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ഈ കുടുംബം ഒഴുക്കിയ കണ്ണീരിൻ്റെ കാത്തിരിപ്പിൻ്റെ വെളിച്ചത്തിൽ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ നിന്ന് വിട്ടുപോയിട്ട് നാട്ടിൽ അവധിക്ക് പോകുന്ന ആളുകൾ. കുറഞ്ഞത് ഒരാളെങ്കിലും കൂടെ ഉണ്ടാകണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മീൻ പിടിക്കാനാണെങ്കിലും മല കയറാനാണെങ്കിലും എന്താണെങ്കിലും ഒരാൾക്കൊരാപത്ത് പറ്റിയാൽ പറയാൻ വേണ്ടിയെങ്കിലും അറിയിക്കാൻ വേണ്ടിയെങ്കിലും ഉണ്ടാകണം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം. ഇതിനിടയിൽ ആ കുടുംബവും മുഹമ്മദ് റിയാസ് എന്ന ഈ ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാരും എന്തെല്ലാം മനസ്സിൽ വിചാരിച്ചു, ഏതെല്ലാം തരത്തിൽ തിരോധാനത്തിന് പിന്നിൽ എന്താണെന്ന് വിചാരിച്ചു. ഒരു തുമ്പും കിട്ടിയിരുന്നില്ല. എന്ന് മൃതദേഹം കിട്ടിയപ്പോൾ ഏകദേശം ഒരു രൂപത്തിലെത്താൻ പറ്റുന്നു. പുഴയിൽ നിന്ന് പിന്നെ കടലിലേക്ക് അങ്ങനെ ആൾ ഒഴുകിപ്പോയതായിരിക്കാമെന്നൊക്കെ കരുതുന്ന സാഹചര്യമാണ്. ഏതായാലും ആ കുടുംബത്തിൻ്റെ കണ്ണീർ നമ്മൾ ഈ പറഞ്ഞതുകൊണ്ടൊന്നും മാറുന്നതല്ല, അവരുടെ നഷ്ടം തീരുന്നതല്ല. ആ കുടുംബത്തോടുള്ള ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കാസർഗോഡ് കീഴൂർ സ്വദേശിയായ മുഹമ്മദ് റിയാസിൻ്റെ വേർപാടിൽ ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു. തിരോധാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ 2023 ഓഗസ്റ്റ് 21 കാണാതായ കോഴിക്കോട് മാമി എന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ കാര്യവും നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്നിപ്പോൾ 1 വർഷവും 20 ദിവസവും കഴിയുമ്പോഴാണ് നമ്മൾ ഇക്കാര്യം ദുബായ് വാർത്തയിലൂടെ പറയുന്നത്. ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കുറച്ചുനാൾ ക്രൈംബ്രാഞ്ച് നോക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ CBIക്ക് വിടാൻ തന്നെയായിരിക്കും തീരുമാനം വരിക എന്ന സൂചനയുമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ പോലെയല്ല ക്രൈംബ്രാഞ്ച് ഇതൊരു പ്രസ്റ്റീജിയസ് വിഷയമാക്കി എടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ സെപ്റ്റംബർ 9 ഇക്കാര്യം പറയുന്നു എന്ന് വെച്ചാൽ, നാട്ടിലും മറുനാട്ടിലുമുള്ള പല വാട്സപ്പ് ഗ്രൂപ്പുകളിലുമായി ഇതിന് പ്രവാസികളുമായിട്ടും ചില ബന്ധമുണ്ട് എന്ന രൂപത്തിൽ ദുബായ് ആവട്ടെ, അമേരിക്ക ആവട്ടെ, ന്യൂസിലൻഡ് ആവട്ടെ, അവിടങ്ങളിലൊക്കെ കഴിയുന്ന ചില ആളുകൾക്ക് പ്രത്യേക താല്പര്യം ഈ മാമിയുടെ തിരോധാനം ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന രൂപത്തിൽ ചില വാർത്തകൾ, ചില സൂചനകൾ പ്രചരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പരിധിയിൽ ഇത്തരം വിഷയങ്ങളും വരണം. അതിനെന്തെങ്കിലും ദുബായിൽ താമസിക്കുന്ന ഏതെങ്കിലും പ്രവാസികളുമായിട്ട് ഈ ഒരു മാമിയുടെ തിരോധാനത്തിന് ബന്ധമുണ്ടോ? 365 ദിവസവും പിന്നെ 20 ദിവസവും 385 ദിവസമാകുമ്പോൾ എന്തെങ്കിലും തുമ്പ് പ്രവാസികളുടെ ഭാഗത്തു നിന്നെങ്കിലും കിട്ടാൻ പറ്റുമോ? ഇങ്ങനെയുള്ള വാട്സപ്പ് സന്ദേശങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തുകൊണ്ടത് പോലീസ് ഇതുവരെ ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനോ ശ്രമിച്ചില്ല എന്ന കാര്യം പോലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് വിശദമായി അന്വേഷിക്കട്ടെ. മാമിയുടെ മുഹമ്മദ് ആട്ടൂർ എന്ന ആ 56-കാരൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 21 പോയിട്ട് പിന്നെ പരാതി കൊടുത്തിട്ട് വ്യക്തമായ ഒരു വിവരവും കിട്ടിയിരുന്നില്ല. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടം ശക്തമായ അന്വേഷണത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ നടക്കണം. ഏതെങ്കിലും ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സർവ്വ തന്ത്രങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ പയറ്റണം എന്ന് ഞങ്ങൾ പറയുകയാണ്. ഗൾഫ് മേഖലയിൽ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ ബൈക്ക് റൈഡേഴ്സായിട്ട് ഈ ഡെലിവറി ബോയ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് UAE-യിൽ ഒരു അടുത്തിടെ നടന്നൊരു സംഭവം എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കണം. ഏതാണ്ട് 1 വർഷം മുമ്പ് 22 വയസ്സുള്ളൊരു പ്രവാസി യുവാവ്, അദ്ദേഹം ഡെലിവറിയുമായിട്ട് സാധനങ്ങളുമായിട്ട് അലയിലൂടെ പോകുമ്പോൾ ഒരു കാർ അമിത വേഗതയിൽ വന്ന് ഇടിച്ച് തെറിപ്പിച്ചു. അദ്ദേഹം സ്ട്രോക്കായിട്ട് തളർവാദത്തിൻ്റെ അവസ്ഥ എന്നതുപോലെയായി കിടക്കുന്ന സാഹചര്യമാണ്. ഇൻഷുറൻസ് കമ്പനി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇൻഷുറൻസ് കമ്പനി 5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. എന്നാൽ
പ്രധാനപ്പെട്ട വിഷയം എല്ലാവരെയും അറിയിക്കേണ്ട കാര്യം, ഈ ചെറുപ്പക്കാരൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ആയിരുന്നു. സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറും അങ്ങനെയുള്ള സംഗതികളുമായിട്ട് പോകുന്ന, ഇലക്ട്രിക് ബൈക്കുകളുമായിട്ട് പോകുന്ന പല ഡെലിവറി ബോയ്സിനും ഇൻഷുറൻസ് ഒന്നും ഉണ്ടാകില്ല. അവർക്ക് 5 കാശ് കിട്ടില്ല. ഈ 5 മില്യൺ കിട്ടിയാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു വരാൻ വേണ്ടിയുള്ള പല ആധുനികമായ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റും, ഫിസിയോതെറാപ്പി തുടരാൻ പറ്റും. അങ്ങനെയുള്ള ഒരു നല്ലൊരു ചിലവ് വരുമ്പോൾ 1% മാറും ഈ 5 മില്യൺ. ഇതൊന്നുമില്ലാതെ ഒരാൾ കിടപ്പിലായിപ്പോയാൽ എന്ത് സംഭവിക്കും എന്ന കാര്യം ഒന്ന് ആലോചിക്കണം. ഇൻഷുറൻസ് ഉള്ള വാഹനത്തിൽ മാത്രമേ നിങ്ങൾ പോകാവൂ. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഏത് വാഹനത്തിലാണോ പോയി തട്ടുന്നത് ആ വാഹനത്തിന് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥ പോലും ഇദ്ദേഹത്തിന് വന്നു ചേരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുത്ത വാഹനങ്ങളിൽ മാത്രം ഈ ഡെലിവറി ബോയ്സ് വർക്ക് ചെയ്യുക, കൊണ്ടുപോയി ഡെലിവറി ചെയ്യുക എന്ന കാര്യം ഒരു പ്രാഥമിക പാഠമായി ഓർമ്മിച്ചിരിക്കുക. പൊതുമാപ്പിൻ്റെ ആദ്യത്തെ ഒരാഴ്ച പിന്നിടുമ്പോൾ കിട്ടുന്ന കണക്ക്, ദുബായിൽ മാത്രം ഏതാണ്ട് 20,000-ഓളം ആളുകൾ അവരുടെ സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയെന്നാണ്. ഇതിൽ 88% ആളുകൾക്കും തിരികെ ഈ രാജ്യത്ത് പ്രവർത്തിക്കണം, മുന്നോട്ട് പോകണമെന്ന അഭിപ്രായക്കാരാണ്. 12% ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ, ഇല്ല ഞങ്ങൾ വിട്ടുപോകുന്നു, ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. അപ്പോൾ ഈ മണ്ണിൽ വീണ്ടും ഒരു പ്രഭാതമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് 88% ആളുകൾ നിൽക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. പൊതുവേ നമ്മുടെ ചുറ്റുപാടിൽ ഒരു പനി വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഈ വാക്സിൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ വയ്ക്കണമെന്ന് ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരും വിദഗ്ധന്മാരും പറയുകയാണ്. 50 ദിർഹംസൊക്കെ ഉള്ളൂ പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട ഫ്ലൂവിൻ്റെ സാധാരണ വാക്സിന്. ഏതായാലും അത് അവഗണിക്കരുത് എന്നാണ് വിദഗ്ധന്മാർ നൽകുന്ന മുന്നറിയിപ്പ്. UAE-യിൽ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ദുബായ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്നൊരു പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള ഉത്തരവായിരിക്കുന്നു. 450 കോടി ദിർഹമാണ് ഇതിൻ്റെ ചിലവായിട്ട് വകയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഒരു 10 വർഷത്തിനകം ലോകത്തിലെ ഏറ്റവും ടോപ്പ് 50 യൂണിവേഴ്സിറ്റീസ് ആ പട്ടികയിൽ ദുബായിയുടെ നാഷണൽ യൂണിവേഴ്സിറ്റിയും വരണം എന്ന ആഗ്രഹത്തിലായിരിക്കും പഠനവും ഗവേഷണവും മുന്നോട്ട് പോവുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇമാറാത്തി ഐഡൻറ്റിറ്റി എന്ന രൂപത്തിലാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത്. എന്നാൽ എല്ലാ രാജ്യക്കാർക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റിയ അവസരം യൂണിവേഴ്സിറ്റി ഒരുക്കുമെന്നും ഹിസ് ഹൈനസിൻ്റെ എക്സ് റിപ്പോർട്ടിൽ പറയുകയാണ്. ഷാർജയുടെ ഭാഗമായ കൽബയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു വീണ് 2 പേർ മരിച്ച സംഭവത്തെക്കുറിച്ച് വിവിധ വകുപ്പുകൾ അന്വേഷണം നടത്തുന്നു. പോലീസ് സജീവമായി രംഗത്തുണ്ട്. ഇത്തവണത്തെ നബിദിനം പ്രമാണിച്ച് സെപ്റ്റംബർ 15 ഞായറാഴ്ച, അന്ന് തിരുവോണ ദിവസം കൂടിയാണ്. അന്ന് ശമ്പളത്തോടു കൂടിയ അവധി സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും എന്ന രൂപത്തിൽ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അന്ന് ജോലിക്ക് നിർബന്ധിതരായാൽ അവർക്കുള്ള മറ്റ് ഓവർ ടൈം അടക്കമുള്ള സാഹചര്യങ്ങൾ വേറെയുണ്ട് എന്നത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് അവധി ദിവസത്തിൻ്റെ അവധിയെക്കുറിച്ച് വിജ്ഞാപനങ്ങൾ പൊതുവെ പറയുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ മരണസംഖ്യയും യുദ്ധവും കൊടുമ്പിരിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാസങ്ങൾ ഇത്രയും കഴിഞ്ഞു, 1 വർഷമാകാറായി. ആയിരങ്ങൾ 10,000 എന്ന രൂപത്തിലാണ് മരണസംഖ്യയുടെ കണക്ക് വരുന്നത്. ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ സിറിയയിൽ 16 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്നലെ രാത്രി വൈകിയും നമ്മളെ തേടിയെത്തിയത്. മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ 9 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.